ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ നിഫ്റ്റി 50 ഒരു ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നു. ട്രേഡിൻ്റെ ലോജിക്ക് എന്താണെന്നുള്ളതും എവിടെ നിന്നാണ് നമ്മൾ ട്രേഡ് എടുത്തതെന്നുള്ളതും നോക്കാം. ഇന്ന് നിഫ്റ്റി 50 മൊത്തത്തിലൊരു കൺസോൾട്ടേഷൻ ആയിട്ടുള്ള മാർക്കറ്റാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. മാർക്കറ്റ് വന്നിട്ട് നമ്മൾ 5 മിനിറ്റ് ചാർട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു പർട്ടിക്കുലർ ഇവിടെയാണ് മാർക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം ഫസ്റ്റ് ക്യാൻഡിലിൻ്റെ റേഞ്ച് ബൗണ്ടിലായിരുന്നു ഇന്നത്തെ ത്രൂ ഔട്ട് മാർക്കറ്റ് വന്നിട്ട് കൺസോൾട്ടേഷൻ ചെയ്തത്. എന്നിരുന്നാലും ഇന്ന് നമ്മൾ കുറച്ച് ഒരു ട്രേഡ് നമ്മൾ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എക്സിക്യൂട്ട് ചെയ്യാനുള്ള റീസണും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് കാണാൻ പറ്റും ഈ 9:50 ക്യാൻഡിൽ റിവേഴ്സായിട്ട് 9:50, 9:55 എന്ന ഈ രണ്ട് 10 മിനിറ്റിൻ്റെ 5 മിനിറ്റിൻ്റെ രണ്ട് ക്യാൻഡിലുകൾ വന്നിട്ട് നമുക്ക് കൺഫർമേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇന്ന് മാർക്കറ്റിലൊരു ബുള്ളിഷ് ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ ബുള്ളിഷ് പാർട്ടി വന്നിട്ട് നല്ല സ്ട്രോങ് ആയിരിക്കും എന്നുള്ളത് നമുക്ക് ഇൻഡിക്കേഷൻ തന്നിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ ബേസിൽ തന്നെ നമ്മൾ ബൈയിങ് സൈഡിലേക്കാണ് നമ്മൾ ട്രേഡ് എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ബൈയിങ് സൈഡിലേക്ക് നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ ഈ ക്യാൻഡിലിൻ്റെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സോൺ എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സോണിനെ നമുക്ക് എന്ത് ചെയ്യാം, ഇതൊരു ഡിമാൻഡ് സോണായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റും. ഡിമാൻഡ് സോണിൽ ഏത് റിട്രേസ്മെൻറ്റ് വന്നു കഴിഞ്ഞാലും ആ ഡിമാൻഡ് സോൺ പെട്ടെന്ന് ക്രോസ് ചെയ്ത് പോകാൻ കഴിയില്ല. അങ്ങനെ അവിടുന്ന് നമ്മൾക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കണ്ടെത്താൻ പറ്റും. അങ്ങനെ നമ്മൾ ഈ 11:10 10:05 ക്യാൻഡിൽ റിവേഴ്സ് ആയപ്പോൾ നമ്മൾ അതിൽ നിന്നൊരു ട്രേഡ് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ട്രേഡ് വന്നിട്ട് നമുക്ക് ഏകദേശം 13 പോയിൻറ്റ്സോളം മേലേക്ക് പ്രോഫിറ്റ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ 13 പോയിൻറ്റ് മേലേക്ക് കയറി 650 രൂപ പ്രോഫിറ്റിൽ നമ്മൾ ബുക്ക് ചെയ്തിട്ട് ഇറങ്ങാണ് ഉണ്ടായത്. ഇതാണ് ഇന്നത്തെ ട്രേഡ്. ഇന്ന് കൺസോൾട്ടേഷൻ മാർക്കറ്റിൽ വന്നിട്ട് നമുക്ക് കൂടുതൽ ഒന്നും ഹോൾഡ് ചെയ്യാൻ പറ്റിയില്ല. ഹോൾഡ് ചെയ്യാത്തതും ഒരുപക്ഷെ നന്നായി പോയി. കാരണം ഹോൾഡ് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് കിട്ടിയ പ്രോഫിറ്റും കൂടി കളയേണ്ട അവസ്ഥ വന്നേനെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വരും ദിവസങ്ങളിലും ഇതുപോലെ നമ്മുടെ പ്രോഫിറ്റ് ലോസിൻ്റെ എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അതിൻ്റെ പിന്നിലെ ലോജിക്കും നാളത്തെ മാർക്കറ്റ് അനാലിസിസും വരുന്ന വീഡിയോകളിൽ പറയുന്നതായിരിക്കും.